നന്മ ചെയ്തു, ഒരാളുടെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നന്മക്ക് വേണ്ടി ഒരു സാമൂഹിക സേവനം ചെയ്തു, അള്ളാഹുവിൻ്റെ കാര്യം അദ്ദേഹം ഉദ്ദേശിച്ചാൽ അള്ളാഹു സ്വർഗം കൊടുത്തും, അത് ഉഖ്റവിയായ കാര്യമാണ്. എന്നാൽ മതപരമായ കാര്യം തന്നെ ഒരാൾക്ക് ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി പറയാമല്ലോ, അങ്ങനെ പറയുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഏറ്റവും വലിയ സമൂഹത്തെ നന്നാക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർ ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ, ആകാശത്തിൻ്റെ ചുവട്ടിലെ നികൃഷ്ട ജീവികൾ പണ്ഡിതന്മാരാവുന്ന ഒരു കാലഘട്ടം മൊത്തമില്ലെങ്കിലും, മൊത്തമുണ്ടാവില്ല, മൊത്തമുണ്ടായാൽ ഖിയാമത്ത് നാൾ സംഭവിക്കും. മൊത്തം എന്നല്ല, ചില ആളുകൾ അങ്ങനെ ധരിക്കാറുണ്ട്, മൊത്തം അങ്ങനെയല്ല. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിൻ്റെ മുകളിൽ എപ്പോഴും ഉണ്ടാകും ഒരു സമൂഹം ഉണ്ടാകും, അവരിൽ ഒന്നാമത് ഉലമാ തന്നെയാണെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ പോലും ആകാശത്തിൻ്റെ ചുവട്ടിലെ നികൃഷ്ട ജീവികളാകുന്ന കാലം വരിക. എപ്പോഴും ഭൗതികമായ കാര്യം പറയുക, ചിന്തിക്കുക, ചിന്തിക്കണം. അങ്ങനെ ഒരു സമൂഹം വളർന്നു വന്നാൽ ബസ്സത്തു അലൈഹി ഹുമൂമഹു, അവരെ പെരടിയിൽ ഞാൻ ഹമ്മ് വെച്ച് കൊടുക്കുന്ന, ഹമ്മിന് ഇംഗ്ലീഷിൽ അർത്ഥം പറഞ്ഞാൽ നമ്മൾ മലയാളീകരിച്ചൊരു വാക്കുണ്ട്, ടെൻഷൻ. ABCD അറിയാത്ത ആളുകൾക്കും ടെൻഷൻ എന്ന് പറയാൻ. ഹമ്മിന് നേരെ മലയാളം ടെൻഷൻ. ഫിറ്റായ വാക്ക് മലയാളത്തിൽ മാനസിക വിഷമെന്നൊക്കെ പറയുന്നതിനേക്കാൾ ഇത് പറയലാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഏത് വല്യമ്മക്കും അറിയാവുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ടെൻഷൻ. അപ്പോൾ അവസാന കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നം, മനുഷ്യർക്ക് ലഭിക്കുന്ന ലാഭം ടെൻഷനാകുമെന്ന് മുഹമ്മദ് നബി. ടെൻഷൻ തന്നെയല്ലേ മോളെ? കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ടെൻഷൻ, കുട്ടികളുണ്ടായാൽ അതിലും വലിയ ടെൻഷൻ. ടെൻഷൻ തന്നെ. കുട്ടികളുണ്ടായി പെൺകുട്ടിയാണെങ്കിൽ അതിനെ കെട്ടിച്ചിട്ടില്ലെങ്കിൽ ടെൻഷൻ, കെട്ടിച്ചാൽ ടെൻഷനോട്ട് പറയും വേണ്ട, ടെൻഷനോട്ട് ടെൻഷനാണ്. മരിക്കുന്നവരെ, വാപ്പ മരിക്കുന്നവരെ ടെൻഷനാണ്. ഇത് തന്നെയായിരിക്കും ഏത് മനുഷ്യൻ്റെ ടെൻഷൻ തീരുമെന്ന് കരുതണ്ട, ഇത് രോഗമാണ്. എങ്ങനെ ഈ രോഗം ലഭിച്ചു? ഇതാ അസ്റ അബ്ദുൻ ലി ദുനിയാഹു അലാ ആഖിറതിഹി, അവൻ്റെ ഭൗതികമായ താല്പര്യം അഭൗതികമായ ഉഖ്റവിയായ പാരത്രികമായ ശാശ്വതമായ ലോകത്തിൻ്റെ താല്പര്യത്തെക്കാൾ ഈ ഭൗതികവും ക്ഷണികവുമായ ഈ പാറ്റയുടെ ആയുസ്സുള്ള ഈ ലോകം, അങ്ങനെയാണല്ലോ ഈ ലോകത്ത് പല ആളുകളും കഴിഞ്ഞു പോയി. ഞാനൊക്കെ വരുന്ന കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പത്രകോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഇന്ദിരാഗാന്ധി എന്ന സ്ത്രീയായിരുന്നു. എവിടെ പോയി അവർ? ഇബ്തലാഹുൽ അർളു, ഭൂമി അവരെയും വിഴുങ്ങിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം നാം ചിന്തിക്കണം. അപ്പം എല്ലാവരെയും ഭൂമി വിഴുങ്ങുകയാണ്. ഒരു കാലത്ത് വർത്തമാനവും പ്രസൻറ്റുമായവർ ഇന്ന് ചരിത്രമാണ്. ഇന്ന് നമ്മൾ പ്രസൻ്റ് ആണെങ്കിൽ നാളെ നമ്മൾ ചരിത്രമാണ്. അപ്പം എല്ലാവരും ചിന്തിക്കണം, ഈ ലോകം വളരെ ക്ഷണികമാണ്, ഈ ലോകം വളരെ നിസാരമാണ്. ഇത് പാറ്റയെപ്പോലെയാണ്, ഇത് വളരെ നിസാരമാണ്, ഇത് വളരെ ക്ഷണികമാണ്. കല്ലംഹിൽ ബസ്വരി, ഇമ വെട്ടുന്നത് പോലെയാണ്. കോടാന 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 കൊല്ലങ്ങളായി അള്ളാഹു പ്രപഞ്ചാണ്ട ഘടാഹങ്ങളെ പടച്ചു വച്ചതിൽ വളരെ പരിമിതമായ സമയം മാത്രമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. 60-70 വയസ്സെന്ന് മുഹമ്മദ് നബി. അതുതന്നെ ലഭിക്കില്ല എന്നാ ഇന്നലെ നമ്മൾ പറഞ്ഞത്. പെട്ടെന്നുള്ള അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണമെന്ന് മുഹമ്മദ് നബി. അപ്പൊ മനുഷ്യൻ ചിന്തിക്കണം, മനുഷ്യന് ടെൻഷൻ അധികരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ ബാദിറു ബിൽ അഅ്മാൽ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കർമ്മം, അള്ളാഹുവിന് വേണ്ടിയുള്ള കർമ്മം ചെയ്തു തീർക്കാൻ നോക്കൂ. രാത്രിയുടെ ഇരുട്ടിന് കട്ടികൂടും പോലെയാണ് ലോകത്ത് നാശങ്ങൾ വരുന്നത്. വളരെ ചിന്തിക്കേണ്ട വാക്കാണ്. സ്വഹീഹ് മുസ്ലിം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലാക്കണില്ലേ? രാത്രിയുടെ ഇരുട്ടിന് കട്ടികൂടുന്നത് പോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രാത്രിയുടെ ഇരുട്ടിൻ്റെ കട്ടി എന്താ ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? 7 മണിയേക്കാൾ കട്ടിയാണ് 8 മണിക്ക്, 8-നേക്കാളാണ് 9-ന്, 9-നേക്കാളാണ് 10-ന്, 10-നേക്കാളാണ് 11. എങ്ങനെ? അതാണ് ഈ ലോകത്ത് നമ്മൾ വിചാരിക്കും, നമ്മൾ ജനുവരി 1-ാം തീയതി തലേ ദിവസം നമ്മൾ ഇംഗ്ലീഷുകാർക്കൊരു സ്വഭാവമുണ്ട്, ഇന്നത് നമ്മളെ സ്വഭാവം തന്നെയായി മാറി. എല്ലാവരും സ്വഭാവം നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കും. എത്ര ഹാപ്പി ആക്കി പറഞ്ഞിട്ടും കാര്യമില്ല. ലാ യഅതി സമാനുൻ ഇല്ലല്ലദീ ബഅദഹു അശർറു മിൻഹു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലത്തിൻ്റെ ശേഷമുള്ള കാലം അക്കാലത്തേക്കാൾ മോശമാവാതെ ഭവിക്കില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2000-ത്തേക്കാൾ മോശമാണ് 2001, 2001-നേക്കാൾ മോശമാണ് 2002, 2002-നേക്കാൾ മോശമാണ്. നിങ്ങളും കൂടി പറഞ്ഞേക്കൂ. 3 സ്വഹീഹുൽ ബുഖാരി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
2003 മോശം 2004, 2004 മോശമാ 2005, 2006 സുഖമുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, ഇതിനേക്കാൾ മോശമായിരിക്കും. ലാ യഅതി സമാനുൻ ഇല്ലല്ലദീ ബഅദഹു അശർറു മിൻഹു എന്ന് മുഹമ്മദ് നബി. അതുകൊണ്ട് സമൂഹത്തിലെ തെര അടങ്ങിയിട്ട് എനിക്ക് കടലിൽ ഇറങ്ങാമെന്ന് വിചാരിക്കേണ്ട. ബാദിറു, നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് മുഹമ്മദ് നബി. ഈ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതൊക്കെ ജ്യോത്സ്യന്മാരെ പിന്നാലെ നടക്കുന്ന ആധുനിക മുശ്രിക്കീങ്ങളായ മുസ്ലിമീങ്ങളുടെ രീതിയാണ്. അങ്ങനെയുണ്ടല്ലോ കുറേ മുസ്ലിമീങ്ങൾ, അവരെല്ലാവരും പല ആളുകളും അവരെയൊക്കെ പിന്നാലെ, പല ആളുകളെയും ഷിർക്കിൻ്റെ പിന്നാലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഖദറിനെ ആശ്രയിക്കാതെ ഭൗതികമായ ഷിർക്കിൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യരുടെ വ്യാമോഹം മാത്രമാണ്. ഒരിക്കലും ഇക്കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ രാശി നന്നാവുമെന്ന് വിചാരിക്കേണ്ട, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ എല്ലാം നന്നാവുമെന്ന് വിചാരിക്കേണ്ട. നോക്കൂ നിങ്ങൾ, ആഴ്ചയിൽ ആ ദിവസങ്ങളിലാ എത്രയാ, ഒരു മാസത്തിനുള്ളിൽ അമേരിക്ക എത്ര പേര് മാറ്റി. ഒന്ന് കത്രീന ചുഴലിക്കാറ്റ്, പിന്നെ ജീത്ര ചുഴലിക്കാറ്റ്, ഇപ്പോൾ നോക്കൂ നിങ്ങൾ മിൽമ ചുഴലിക്കാറ്റ്. നോക്കൂ നിങ്ങൾ ചിന്തിക്ക്, നോക്ക്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ എത്രയാ കഴിഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ. നോക്കൂ നിങ്ങൾ, നല്ല നസറാണി പെണ്ണുങ്ങളുടെ പേരിട്ടിട്ട് അതിനെ മറക്കാൻ ശ്രമിക്കുകയാണ്, വീണത് വിദ്യയാക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ അതൊന്നും അല്ല പറഞ്ഞ, അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. പ്രകൃതിയിൽ ദിവസങ്ങളോളം ഇങ്ങനെയുള്ള നാശങ്ങൾ വരുന്നു. സ്ത്രീകളുടെ പേര് കൊണ്ടുപോയി പോലും സ്ത്രീകളെപ്പോലും ആ സമൂഹം അപകീർത്തിപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ, വിശ്വാസികളെ ചിന്തിക്കണം. കഖിതഇൽ ലൈലിൽ മുളിം യുസ്ബിഹു റജുൽ മുഅ്മിനൻ വയുംസി കാഫിറാ. രാവിലെ മുസ്ലിമായാൽ വൈകുന്നേരം വരെ നിലനിൽക്കാൻ അന്ന് കഴിയൂലാന്ന് ഈ ശറഅ് കൊണ്ടുവന്ന മുഹമ്മദ് നബി പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കഴിയുന്ന ഒരുത്തം വിചാരിക്കണ്ട. യുസ്ബിഹു റജുൽ മുഅ്മിനൻ, രാവിലെ മുഅ്മിനായ ആൾ യുംസി കാഫിറ, വൈകുന്നേരം കാഫിറായിട്ടുണ്ടാവും. യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുഅ്മിനായ ആൾ രാവിലെ കാഫിറായിട്ടുണ്ടാവും. മതപരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ചില താല്പര്യത്തിന് വേണ്ടി അവൻ അവൻ്റെ മതത്തെ വിൽപ്പന നടത്തുമെന്ന് മുഹമ്മദ് നബി. സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് കൂടി കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സതകൂനു ഫിതനുൻ, ലോകത്തെ ഫിത്നകൾ ഓരോ ദിവസവും അങ്ങനെ പരക്കും കൂടും. അൽ ഖായിദു ഫീഹാ ഖൈറും മിനൽ ഖായിം, അൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി, അൽ മാശി ഫീഹാ ഖൈറും മിനസ് സാഇ. ഇനി ഒരു കാലഘട്ടം വരും, അൽ ഖായിദു ഫീഹാ, ശ്രദ്ധിക്കണേ, ഫിത്നകളുടെ ഒരു ലോകം ഉണ്ടാവും. വളരെ നമ്മുടെ ധർമ്മ ഉത്തരവാദിത്വം. ഇന്ന് സമൂഹം ഫിത്നയിലേക്ക് ചാടുകയാ. മനുഷ്യന്മാർ ഫിത്ന ഉണ്ടാക്കുക. റമളാൻ മാസത്തിൽ വരെ ഫിത്നയുണ്ടാക്കുന്ന താല്പര്യത്തിലായി ഇപ്പം മുസ്ലിമീങ്ങൾ. ആവശ്യമില്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കുക. അള്ളാഹുവിന് വേണ്ടി പിശാചിനെ വരെ അള്ളാഹു തആല കെട്ടിയിട്ടു എന്ന് പറയുന്ന മാസം പോലും ഷണ്ട കൂടാതിരിക്കാൻ നോക്കൂ നിങ്ങൾ. ഈ റമളാൻ മാസത്തിൽ മുസ്ലിമീങ്ങളുടേതായി വന്ന ചില വാർത്തകൾ, പണ്ഡിതന്മാരോടേത് എന്ന് പോലും വന്നുപോയ ചില വാർത്തകളുടെ അടിസ്ഥാനപരമായ വാർത്തകൾ, സമൂഹത്തിലെ ചില വിധ്വംസകവാദികൾ തിന്മകൾ പറയുമ്പോൾ സാക്ഷാൽ പണ്ഡിതന്മാർക്ക് പ്രതികരിക്കാതിരിക്കാൻ നിർവാഹം ഉണ്ടാവില്ല. എങ്കിൽ അടിസ്ഥാനപരമായ അതിൻ്റെയൊക്കെ കാര്യം അനാവശ്യമായ ചില പ്രൊപ്പഗണ്ടകൾ മാത്രമാണ്, ഒന്നുമില്ല എൻ്റെ പിന്നിൽ. റമളാൻ പോലും മനുഷ്യൻ പരസ്പരം തല്ലുകൂടാൻ ഉപയോഗിക്കുക. റമളാൻ പോലും അള്ളാഹുവിന് വേണ്ടിയല്ലാതെ സ്വന്തം പാർട്ടിക്ക് വേണ്ടിയും സ്വന്തം സംഘടനയ്ക്ക് വേണ്ടിയും മനുഷ്യൻ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അൽ ഖായിദു ഫീഹാ ഖൈറും മിനൽ ഖായിം, അൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അന്ന് ഇരിക്കുന്ന ആള് നിൽക്കുന്ന ആളെക്കാൾ നല്ലവനായിരിക്കും. ചിന്തിച്ചാവോ നിങ്ങൾ ഈ പറഞ്ഞത്? ഇത് കേവലം ഒരു പ്രയോഗമാണ്. അന്ന് ഇരിക്കുന്ന ആൾ നിൽക്കുന്നവനേക്കാൾ നല്ലവൻ. അൽ ഖായിദു ഫിയാ, അക്കാലത്ത് ഇരിക്കുന്നവൻ ഖൈറും മിനൽ ഖായിമി, നിൽക്കുന്നവനേക്കാൾ നല്ലവനാണ്. വൽ ഖായിമു ഫിയാ, അന്ന് നിൽക്കുന്നവൻ ഖൈറും മിനൽ മാശി, നടക്കുന്നവനേക്കാൾ നല്ലവനാണ്. വൽ മാശി ഫിയാ, അക്കാലത്ത് നടക്കുന്നവൻ ഖൈറും മിനസ് സാഇ, ഓടുന്നവനേക്കാൾ നല്ലവനാണ്. അതായത് സമൂഹത്തിൽ നോക്കൂ നിങ്ങൾ, ഒരാൾ ഇരുന്നാൽ കുറച്ച് ദൂരം കാണും, നിന്നാലോ ഒന്നും കൂടെ കാണും, നടന്നാൽ കുറച്ചുകൂടെ കാണും, ഓടിയാലോ.
അപ്പൊ പരമാവധി സ്വന്തം സ്വത്വം നന്നാക്കാനാണെന്ന് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. മുഹമ്മദ് നബി അല്ലാതെ ഇരിക്കണം എന്നല്ല പറഞ്ഞ വാക്കിന്റെ താല്പര്യം. ഇതിപ്പോ നമുക്ക് നമ്മൾ നന്നാവണം എന്നുള്ള താല്പര്യമില്ല. എല്ലാവർക്കും ഉള്ള വയറിളക്കം മറ്റുള്ളവർ നന്നാവാത്തതുകൊണ്ടാണ്. എല്ലാവരും ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാം, എല്ലാവരും ധാരണ അങ്ങനെയാ. ദുനിയാവൊക്കെ നന്നാവാത്തത് കൊണ്ട്, മനുഷ്യന്മാർ നന്നാവാത്തത് കൊണ്ട് ലോകം നാശമായി എന്നാ എല്ലാവരും അങ്ങനെയാ വിചാരിക്കുന്നത്. മൊത്തത്തിൽ എല്ലാവരും മുമ്പ് കാട്ടിലേക്ക് യാത്ര പോയ ആളുകൾ, ഓരോരുത്തരും കാട്ടിലേക്ക് യാത്ര പോയ 10 ആളുകൾ എണ്ണി നോക്കിയപ്പോൾ ഓരോ കടമ്പയിലും എണ്ണിയപ്പോൾ 9 ആൾ മാത്രമേ എണ്ണത്തിൽ ലഭിച്ചുള്ളൂ എന്നാണ് ഒരു കഥ. കടങ്കഥയാണെങ്കിലും അതിലൊരു മെസ്സേജ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. ഓരോരുത്തരും എണ്ണിയപ്പോഴും അവനവനെ കൂട്ടിയില്ല. ഇങ്ങനെയുള്ള എണ്ണങ്ങളാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്.